Good afternoon. Today is our fourth lab class and I'm starting with the second section of our lab. Okay, ആദ്യത്തെ സെക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റേഷനും ഗ്രൂപ്പ് ഡിസ്കഷനും പിന്നെ നമ്മുടെ EQ, SQ, IQ ആണ് എടുത്തിരുന്നത്. ഓക്കെ, ഈ സെക്ഷനിൽ വി ആർ ഗോയിങ് ടു ദ ഫസ്റ്റ് പാർട്ട് ഓഫ് യുവർ സിലബസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാണ് നമ്മുടെ സിലബസിലുള്ളത്? സിലബസിൽ ആദ്യം പറയുന്നത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. രണ്ടാമത് ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ്. ഇത്രയും 3 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ഐ വിൽ കണ്ടിന്യൂ വിത്ത് ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് ആൻഡ് വിത്ത് മിസ്കമ്മ്യൂണിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും കൂടെ ചെയ്തായിരിക്കും നമ്മൾ പോകുന്നത്. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻസ് ആയിട്ട് പലപ്പോഴും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ സെക്ഷൻ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്, ലാബ് മാത്രമുള്ള ഒരു സെക്ഷൻ അല്ല. ഓക്കെ, ഫോർ പ്രസൻറ്റേഷൻ ആൻഡ് ഫോർ ഗ്രൂപ്പ് ഡിസ്കഷൻ ഓൾസോ ഈ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. Now, what is communication? Sharing meaningful information between 2 or more people. നമ്മൾ സംസാരിക്കുന്നത് വേറൊരാൾക്ക് മനസ്സിലാകുമ്പോഴാണ് അതിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ വി ആർ ഷെയറിങ് മീനിങ് ഇൻഫർമേഷൻ. ഇനി സംസാരത്തിലൂടെ മാത്രമല്ല നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ എഴുത്തുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ജെസ്റ്റേഴ്സിലൂടെ, എക്സ്പ്രഷൻസിലൂടെ, അങ്ങനെ ഒത്തിരി ഡിഫറെൻറ്റ് ഫാസറ്റ്സ് ഉണ്ട് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, now what are the 3 elements of communication? The 3 elements of ഏത് കമ്മ്യൂണിക്കേഷൻ എടുത്താലും നമുക്കൊരു സെൻഡർ ഉണ്ട്. ദാറ്റ് മീൻസ് സംസാരിക്കുന്ന വ്യക്തി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് സെൻഡർ. ഇത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ആണ് റിസീവർ. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ഒരു മാധ്യമവും ഉണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, അതിന് വേണ്ടിയിട്ടുള്ള മാധ്യമം എന്താ പറഞ്ഞാൽ സ്പീച്ചാണ് യൂസ് ചെയ്യുന്നത്, ഓറൽ കമ്മ്യൂണിക്കേഷനാണ് ഞാൻ use that. And since I'm using technology and all that, I can say that the carrier is not just my words, it's also the internet and sound waves. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ മീഡിയമിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് കഴിയും. But basic 3 elements are there is a sender, there is a receiver and there is a medium of communication. Since we are talking about communication, ഇത് എൻ്റെ വാക്കുകളാണ് ഇപ്പോഴത്തെ എൻ്റെ മീഡിയം. Okay, so it is oral communication. When can you say that a communication is effective? നമ്മൾ സംസാരിക്കുന്നത് പ്രയോജനമുണ്ട് എന്ന് എപ്പോൾ പറയാൻ കഴിയും? ഒന്ന്, ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പറ്റത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്ലാസ് ഞാൻ എടുക്കുമ്പോഴത്തേനും ഓരോ സെക്ഷൻ, ചെറിയ സെക്ഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളാരും ഫീഡ്ബാക്ക് തരാറില്ല. വെരി rarely people ask questions, but നിങ്ങൾ തരുന്ന ഫീഡ്ബാക്ക് ആണ് എൻ്റെ ഇങ്ങോട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മീ ടോക്കിംഗ്, യു ആർ ഓൾസോ ഫ്രീ ടു ടോക്ക്. ദാറ്റ് ഈസ് 2-way കമ്മ്യൂണിക്കേഷൻ. ഫീഡ്ബാക്ക് ഇല്ലാത്ത കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ഇനി പഠിപ്പിക്കുന്നത് ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അതിനുവേണ്ടി ഫീഡ്ബാക്ക് സാധാരണ ഞങ്ങൾ ക്ലാസ് റൂമിലാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അസൈൻമെൻറ്റ്സ് ചെയ്യിപ്പിക്കും, ഹോംവർക്ക് ചെയ്യിപ്പിക്കും, ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കും, ടെസ്റ്റുകൾ നടത്തും, പരീക്ഷ നടത്തും. ഇതെല്ലാം ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇറ്റ് ഈസ് ടു ഗെറ്റ് ഇൻഫർമേഷൻ ഫ്രം യുവർ സൈഡ്, വെദർ ഈ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൈൻഡ് ഓഫ് ഫീഡ്ബാക്സ് എടുക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് 2-way കമ്മ്യൂണിക്കേഷൻ. സെൻഡർ മാത്രമല്ല, റിസീവറിനും റെസ്പോണ്ട് ചെയ്യാനുള്ള അവസരം ഉണ്ട്. ഓക്കെ, 2, എൻഷുർ ഫുൾ റിസപ്ഷൻ ആൻഡ് കോഗ്നിഷൻ. എല്ലാവർക്കും പറയുന്ന കാര്യങ്ങൾ കിട്ടിയെന്നും അതവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നും എൻഷുർ ചെയ്യുക. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പലപ്പോഴും ബ്രേക്ക് ആവാറുണ്ട്, സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്, പലർക്കും കയറാൻ കഴിയുന്നില്ല, അങ്ങനത്തെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ റെക്കോർഡും കൂടെ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇഫ് എനിബഡി ഹാസ് മിസ്ഡ് എനി പാർട്ട് ഓഫ് ദ റെഗുലർ സെഷൻ, അവർക്ക് ആ
ലിങ്കിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഫുൾ ക്ലാസ് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ അറ്റൻഡൻസ് എടുക്കുമ്പം ഞാൻ നിങ്ങളോട് ആ പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് 1-2 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ? അതെന്തിനാ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏത് ലെവൽ വരെ മനസ്സിലായി എന്ന് നിങ്ങൾ വിലയിരുത്തുന്നു എന്നുള്ളതാണ് അവസാനത്തെ ക്വസ്റ്റ്യൻ. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ ക്ലാസ്? എനിക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നിങ്ങൾ എഴുതുന്ന ആൻസറിൽ നിന്ന് എനിക്ക് വിലയിരുത്താൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളത്. ഓക്കെ, ദിസ് ഇസ് ടു എൻഷുർ ഫുൾ റിസപ്ഷൻ ആൻഡ് കോഗ്നിഷൻ. അടുത്തത്, കമ്മ്യൂണിക്കേഷൻ ഈസ് അബൌട്ട് ആർട്ടിക്കുലേഷൻ ആൻഡ് ലിസണിങ്. ആർട്ടിക്കുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന വാക്കുകളും അതിൻ്റെ ഗ്രാമറും ഞാൻ ഈ പറയുന്നതിൻ്റെ ഓർഡറും ഇതൊക്കെയാണ് ആർട്ടിക്കുലേഷൻ. ഓക്കെ, സംസാരിക്കുന്ന സ്റ്റൈലിനെയാണ് ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ലിസണിങ് തന്നെ, നിങ്ങൾ പറയുന്നത് ഞാനും ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് നിങ്ങളും ശ്രദ്ധിക്കണം. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ആകുന്നത്. അല്ലാതെ സംസാരിക്കുന്നത് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നൗ വാട്ട് ഇസ് ദ നീഡ് ഫോർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ? ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. വൈ ഇസ് ഇറ്റ് നീഡഡ്? 2 രീതിയിൽ നമ്മൾ നോക്കുന്നു. സോഷ്യൽ കോണ്ടെക്സ്റ്റിലും വർക്ക് കോണ്ടെക്സ്റ്റിലുമായിട്ട് നമ്മൾ നോക്കുന്നു. ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോഷ്യൽ കോണ്ടെക്സ്റ്റ് ടു മെയിൻറ്റെയിൻ സോഷ്യൽ ഓർഡർ. ഓക്കെ, നമ്മുടെ ഗവൺമെൻറ് നമുക്ക് ഇപ്പോൾ കൊറോണ കാലമാണല്ലോ, ഒത്തിരി ഇൻസ്ട്രക്ഷൻസ് പല മാധ്യമങ്ങളിലൂടെ നമുക്ക് തരുന്നുണ്ട്. എന്തിനാ അങ്ങനെ തരുന്നത്? സോഷ്യൽ ഓർഡർ, പാനിക് സിറ്റുവേഷൻ എത്തി മൊത്തം രാജ്യം ഒരു നാശത്തിൻ്റെ വക്കിലേക്ക് ചെന്ന് ചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, അടുത്തത് ഇൻറ്ററാക്ഷൻ. ഇൻറ്ററാക്ഷൻ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സംസാരം ഷുഡ് ഹാപ്പൻ വിതിൻ ആൻഡ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റീസ്. നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ ചുറ്റിനുമുള്ള പ്രദേശത്തായാലും നമ്മുടെ ഹോൾ കൺട്രിയിലായാലും മറ്റ് കൺട്രികളിലായാലും ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. 3, ഫോർ ദ കണ്ടിന്യൂവൻസ് ഓഫ് കൾച്ചർ. സോഷ്യലി നമ്മളിപ്പം ഒരു പർട്ടിക്കുലർ കൾച്ചറിൽ, മലയാളികൾക്ക് ഒരു പർട്ടിക്കുലർ കൾച്ചറുണ്ട്. ആ കൾച്ചർ നമ്മൾ പഠിക്കുകയും പ്രാക്ടീസും ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ഫാമിലിയിലൂടെ, നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫാമിലിയിലൂടെ, ഫ്രണ്ട്സും റിലേഷൻസിലൂടെ, പിന്നെ നമ്മുടെ സൊസൈറ്റിയിലൂടെ. ഇങ്ങനെയാണ് നമ്മൾ കൾച്ചറിനെ കൈമാറുന്നത്. നമ്മുടെ പണ്ട് കാലം തൊട്ടുള്ള കൾച്ചറിനെ കൈമാറുന്നത്. അതിന് പലതരം കമ്മ്യൂണിക്കേറ്റീവ് മീഡിയംസ് ഉണ്ട്. നമുക്ക് ആർട്ടിസ്റ്റിക്കായിട്ട് ഡാൻസിലൂടെയും പാട്ടിലൂടെയും കഥകളിലൂടെയും അങ്ങനത്തെ പലതരം ഡ്രാമ, അതൊക്കെ കൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അതുകൂടാതെ നമ്മുടെ പേരൻസ്, നമ്മുടെ റിലേഷൻസ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിലൂടെയൊക്കെ നമ്മൾ ഇംബൈബ് ചെയ്യുന്നതാണ് എന്താണ് കൾച്ചർ. ഈ കൾച്ചർ നമ്മൾ ഹാൻഡ് ഡൗൺ ചെയ്യുന്നത് നമ്മുടെ പേരൻസിൽ നിന്ന്, അവരുടെ പേരൻസിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മക്കൾക്ക്, അവരുടെ മക്കൾക്കൊക്കെ ഹാൻഡ് ഡൗൺ ചെയ്യുന്നത് ത്രൂ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഇസ് എസെൻഷ്യൽ ഇൻ എ കമ്മ്യൂണിറ്റി ടു ഗിവ് നോളജ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. കൾച്ചർ കൈമാറുന്നത് പോലെ തന്നെ നമ്മുടെ അറിവുകൾ കൈമാറുന്നതും എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെയാണ്. ഞാൻ കുക്ക് ചെയ്യാൻ പഠിച്ചത്, ക്ലീൻ ചെയ്യാനായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യാൻ പഠിച്ചത് എൻ്റെ അമ്മയിലൂടെയാണ്. ഓക്കെ, അങ്ങനെ ടീച്ചേഴ്സിലൂടെ, അങ്ങനെ പല രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ഓൾ ദിസ് ഈസ് ഡൺ ബൈ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമ്മളെ ശീലിപ്പിക്കുന്നതിലൂടെയാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത്. ഓക്കെ, ഫോർ ഷെയറിങ് ആൻഡ് ഡിസെമിനേറ്റിംഗ് നോളജ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നത് എന്തുവാ? ഞാൻ ഈ പഠിപ്പിക്കുന്നത്, ഐ എം ഷെയറിങ് മൈ എക്സ്പീരിയൻസസ്, മൈ നോളജ്. ആൻഡ് ഞാൻ നിങ്ങളുടെ PPTയും ഈ വീഡിയോ ക്ലിപ്സും ഒക്കെ പബ്ലിക്ലി ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സോ ഡിസെമിനേറ്റ് ചെയ്യാൻ, ക്ലാസ് റൂമിലേക്ക് ലോഡ് ചെയ്യുന്നു, ഇതെല്ലാം ഡിസെമിനേറ്റ് ചെയ്യാൻ, എല്ലാവർക്കും കിട്ടാൻ പാകത്തിനുള്ള മെത്തേഡ്സ് ഞാൻ യൂസ് ചെയ്യാം ഫോർ സ്പ്രെഡിങ് ദ നോളജ്. ഓക്കെ, ഏതൊരു കമ്മ്യൂണിക്കേറ്റീവ് കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഇത് തന്നെയാണ് നമ്മൾ ഷെയർ ചെയ്യാനും ഡിസെമിനേറ്റ് ചെയ്യാനും നോളജ് കൈമാറാനും ഒക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അനദർ സോഷ്യൽ ആസ്പെക്ട് ഇസ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ വേറൊരാളിനെ കുറിച്ച് നമുക്ക് ബോധമുണ്ടെന്നും
അവർ നല്ല രീതിയിലായിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുവെന്നും കൺസേണും സ്നേഹവും ഒക്കെ കാണിക്കുന്നത് നമ്മുടെ വേർബൽ അല്ലെങ്കിൽ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ നീഡ്സ് ഫോർ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ. നൗ വാട്ട് അബൌട്ട് വർക്ക് എൻവയോൺമെന്റ്? നമ്മളിപ്പം പ്രൊഫഷണൽസ് ആകാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് നിങ്ങൾ. അപ്പം നിങ്ങൾ വർക്ക് എൻവയോൺമെന്റിൽ എങ്ങനെയാണ് ഈ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് കഴിയും? ഒന്ന്, ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ അപ്പ് ആൻഡ് ഡൗൺ ദ ചെയിൻ ഓഫ് കമാൻഡ്. അപ്പോൾ പ്രിൻസിപ്പൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു രീതിയിൽ HOD-യോടോ സ്റ്റാഫ് അഡ്വൈസേഴ്സിനോടോ പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. വെബ്സൈറ്റിലൂടെ അപ്ലോഡ് ചെയ്ത് എത്തിക്കാനായിട്ട് കഴിയും. അതേപോലെ തന്നെ നമുക്ക് സർക്കുലറിലൂടെ, നോട്ടീസുകളിലൂടെ, മെയിലുകളിലൂടെ ഒക്കെ നമുക്ക് ഡിസെമിനേറ്റ് ചെയ്യാനായിട്ട് കഴിയും. മീറ്റിംഗ്സിലൂടെ ഡിസെമിനേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ ഫ്ലോ ഓഫ് ഇൻഫർമേഷന് വേണ്ടിയിട്ട് ബോത്ത് അപ്പ് ദ ചെയിൻ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് വേണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം നിങ്ങൾ അത് എനിക്ക് അയച്ചു തരുന്നു, അത് ഞാൻ HOD-ക്ക് അയച്ചു കൊടുക്കുന്നു, അത് HOD പ്രിൻസിപ്പാളിന് അയച്ചു കൊടുക്കുന്നു, പ്രിൻസിപ്പാൾ അത് ഓഫീസിലേക്ക് കൊടുക്കുന്നു, എന്നിട്ട് അത് അവർ പ്രോസസ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നു. ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? ദാറ്റ് ഇസ് അപ്പ് ദ ചെയിൻ. ഓക്കെ, പ്രിൻസിപ്പൽ നമ്മളോടാണ് സംസാരിക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് ഡൗൺ ദ ചെയിൻ. ഓക്കെ, അനദർ റീസൺ ഇസ് ടു എൻഷുർ. അപ്പം നിങ്ങൾക്ക് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ആദ്യമേ നടത്തി. എന്തിനാണ് നടത്തിയത്? ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് നിങ്ങളോട് എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്, സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇനീഷ്യലി എല്ലാം പറഞ്ഞു തരുന്നു എന്നല്ല, ഇനീഷ്യലി ജനറൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഇത് അറിഞ്ഞു എന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മളിത് ഈ രീതിയിൽ ഡിസെമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, that is to ensure specifications, procedures, standards, etc. are followed. Okay, another communication in the work environment especially, ഞങ്ങൾ ഓരോ പ്രാവശ്യം ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്ത് വെക്കും. എന്തിനാണ് റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യുന്നത്? ഞാനിപ്പോൾ ഇടയ്ക്കൊന്ന് മാറി വേറൊരാൾ വരുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ അറ്റൻഡൻസ് ബുക്കും കോഴ്സ് ഡയറിയും കാര്യങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് പിന്നെ ഞാൻ ചെയ്ത കാര്യങ്ങൾ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ആ പോയിന്റ് ഞാൻ എവിടെയാണോ നിർത്തിയത് ആ പോയിന്റിൽ നിന്നും ഫോർവേഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ടു അവോയ്ഡ് റിപ്പീറ്റഡ് വർക്ക് ഡ്യൂ ടു ലാക്ക് ഓഫ് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ, നമ്മൾ ഈ ഡോക്യുമെന്റേഷൻ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യും. ദാറ്റ് ഇസ് അനദർ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. നൗ നമ്മൾ കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്ന എൻവയോൺമെന്റ് ആണെങ്കിൽ നമുക്ക് we require effective communication to understand the customer and to respond to the customer's needs. അവർക്ക് എന്താണ് ആവശ്യമുള്ളതെന്നും ആ ആവശ്യങ്ങൾ നമ്മൾ ഏത് രീതിയിലൊക്കെ സാധിച്ചു കൊടുക്കാൻ കഴിയും എന്നും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. ഓക്കെ, അനദർ ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഒത്തിരി പേര് കൂടി ഏത് കാര്യം ചെയ്താലും, അത് വർക്കിലായാലും വീട്ടിലായാലും നാട്ടിലായാലും എവിടെയായാലും കൊള്ളാം, ടു മെയിൻറ്റെയിൻ ഹാർമണി, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണകൾ ഉണ്ടായി അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവശ്യം. ഓക്കെ, നൗ വാട്ട് ഐ വാണ്ട് യു ടു ഡു ഇസ്, ഇത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം. ഈ ലിങ്ക് നിങ്ങൾ ബ്രൗസറിലേക്ക് ഇട്ടിട്ട് ഒരു ഫ്യൂ മിനിറ്റ്സ് ഉള്ള, ഐ തിങ്ക് 7 minutes 8 minutes ഉള്ള ഒരു വീഡിയോ ആണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ പോസ് ചെയ്തിട്ട് നിങ്ങൾ അത് പോയി കണ്ടിട്ട് തിരിച്ചു വരും. നൗ ആ വീഡിയോയിൽ നിന്ന് നമ്മൾ കണ്ടു കമ്മ്യൂണിക്കേഷൻ ബേസിക് ആയിട്ട് 2 തരമാണ്. നമ്മുടെ ലാബിന്റെ സിലബസ് കണ്ടാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. സംസാരത്തിലൂടെ എഴുത്തിലൂടെ ഒബ്വിയസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, എന്നാൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അതല്ല, ഒബ്വിയസ് അല്ല. നമുക്കൊരു സോഷ്യൽ സ്കിൽ അല്ലെങ്കിൽ ഇമോഷണൽ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ഓറൽ എന്ന് വെച്ചാൽ സംസാരത്തിലൂടെ, ഓർ റിട്ടൺ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ജെസ്റ്റേഴ്സിലൂടെ, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മൾ കൈയും കാലും നമ്മുടെ ബോഡി ലാംഗ്വേജ് ഇതൊക്കെ കൊണ്ട് കാണുന്നതാണ് ജെസ്റ്റേഴ്സ്. സൈൻസ് ആർ വിഷ്വൽ.
ഓക്കെ, ഞാനിപ്പോൾ നിങ്ങളെ ഇങ്ങനെ കാണിക്കുകയാണ്, അതൊരു സൈനാണ്. ഓക്കെ, പിന്നെ സൈൻ ബോർഡുകൾ ക്രോസ് ചെയ്യല്ല, അങ്ങനത്തെയൊക്കെ പല കാര്യങ്ങളുണ്ട്, അതൊക്കെ വിഷ്വലാണ്. ഓക്കെ, അങ്ങനെ 4 സബ് കാറ്റഗറി ആയിട്ടും 2 മെയിൻ കാറ്റഗറികളുമായിട്ടാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ 5 തരമാണുള്ളത്. 5 തരം. ഓക്കെ, ഇൻട്രാ പേഴ്സണൽ, നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളോട് തന്നെ നമ്മൾ സംസാരിക്കുന്നത്, ചിന്തിക്കുന്നത്, ഇതൊക്കെയാണ് ഇൻട്രാ പേഴ്സണൽ. ഇന്റർ പേഴ്സണൽ 2 പേരോ മോർ ദാൻ 2 പീപ്പിൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇന്റർ പേഴ്സണൽ എന്ന് പറയുന്നത്. ഗ്രൂപ്പിൽ നമ്മൾ 3 കൂടുതലാണെങ്കിൽ പിന്നെ അത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനാവും. ഗ്രൂപ്പിൽ നമ്മൾ സംസാരിക്കുന്നതിനും ഇടപെടുന്നതിനുമാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. ഇത് നേരത്തെ നമ്മളൊന്ന് ഗ്രൂപ്പ് ഡിസ്കഷൻ പ്രസന്റേഷനും ചെയ്തപ്പോൾ നമ്മളൊന്ന് കണ്ടതാണ്. സ്പീച്ചും ലെക്ചേഴ്സും ഒക്കെ ഒരാളോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വേറെ വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിനോട് സംസാരിക്കുന്നതിനാണ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് മാധ്യമങ്ങൾ, ലൈക്ക് അവർ ന്യൂസ് പേപ്പർ, യൂട്യൂബ്, അല്ലെങ്കിൽ വെബ്സൈറ്റ്സിലൂടെയുള്ള ബാക്കി പ്രചരണങ്ങൾ, വീഡിയോസ്, TV, അങ്ങനത്തെ ഏതെങ്കിലും ഒക്കെ മാധ്യമങ്ങൾക്കാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരിടത്തിൽ നിന്നും ബ്രോഡ്കാസ്റ്റ് ചെയ്ത് പ്രക്ഷേപണം ചെയ്ത് വലിയൊരു ഓഡിയൻസിലേക്ക് എത്തിക്കുന്നതിനാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് 5 ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഓരോന്നും നമുക്ക് നോക്കാം. ഇൻട്രാ പേഴ്സണൽ, നമ്മളോട് തന്നെ നമ്മൾ സംസാരിക്കുന്നത്, ഇൻട്രാ പേഴ്സണൽ, വിതിൻ വൺ സെൽഫ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്? ബേസ്ഡ് ഓൺ സം ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ട്രിഗർ. അപ്പോഴാണ് നമ്മുടെ തോട്ട് പ്രോസസ്സ് നടക്കുന്നത്. നമ്മളോട് തന്നെ സംസാരിക്കാനായിട്ട് തുടങ്ങും. അതിന് എപ്പോഴും ഒരു ട്രിഗർ ഉണ്ടാവും. നമ്മൾ എക്സ്റ്റേണൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ട് തന്നെയുള്ള നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഫീലിങ്സ്, ഇതൊക്കെ നമുക്ക് തോട്ട് പ്രോസസ്സസ് ക്രിയേറ്റ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്നത്, കേൾക്കുന്നത്, അനുഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും എക്സ്റ്റേണൽ ആയിട്ട് ട്രിഗേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ട്രൈങ് ടു മേക്ക് എ ഡിസിഷൻ ബൈ റിഫ്ലക്ഷൻ. ഓക്കെ, നമുക്കൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസിഷൻ എടുക്കണം, നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളോട് തന്നെ പല കാര്യങ്ങളും സംസാരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അതിനെയാണ് ഡിസിഷൻ ബൈ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഒരു സിറ്റുവേഷനിന് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില അനാലിസിസും അതിനാവശ്യമായ ഡിസിഷൻസ് എടുക്കുന്നതിനാണ് അനലൈസ് ഓർ മേക്ക് വൺ സെൽഫ് കംഫർട്ടബിൾ വിത്ത് സിറ്റുവേഷൻ. ഇതെല്ലാം നമ്മൾ ഇന്റേണലി നമ്മൾ തന്നെ ഇൻസൈഡ് അവർ സെൽഫ് ചെയ്യുന്ന കാര്യമാണ്. സോ ദാറ്റ് ഇസ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അടുത്തത് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. 2 or 3 പേര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ബിൽഡ്സ്, അപ്പൊ അവിടെ എന്തുവാ, സെക്കൻഡ് പേഴ്സൺ, അടുത്തൊരു വ്യക്തിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുകയും അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുകയും അവരോട് ചേർന്ന് എനിക്ക് വർക്ക് ചെയ്യാനും കാര്യങ്ങൾ ചെയ്തെടുക്കാനും ഡിസിഷൻ എടുക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലായിരിക്കണം എൻ്റെ കമ്മ്യൂണിക്കേഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഷുഡ് ബിൽഡ് ആൻ അണ്ടർസ്റ്റാൻഡിങ് of the topic and of the other person's point of view, and we should be able to influence each other. Okay, now interpersonal communication ചില സമയത്ത് നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ അൺപ്ലാൻഡ് ആയിട്ടും ചെയ്യാം. എന്താണേലും നമുക്കൊരു സ്ട്രക്ചേർഡ് ആയിട്ട് ക്ലിയർ ആയിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്കൊരു സ്ട്രക്ചർ വേണം, അല്ലെങ്കിൽ മാത്രമാണ് നമുക്കത് കഴിയത്തുള്ളൂ. It also depends on the understanding between 2 people. എനിക്ക് വേറൊരാളിനെ തീരെ താല്പര്യമില്ല, അവരെ മനസ്സിലാക്കാൻ എനിക്ക് താല്പര്യമേ ഇല്ലെങ്കിൽ ഞാൻ എത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും, അവരെത്ര ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും എനിക്ക് അവർ പറയുന്നൊന്നും മനസ്സിലാക്കാനായിട്ട് പോകുന്നില്ല. ഓക്കെ, സോ എഫക്റ്റീവായിട്ട് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു മനോഭാവവും വേണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം, നമുക്ക് മാത്രമല്ല അവർക്കും. ഓക്കെ, സോ പ്രോപ്പർ ആർട്ടിക്കുലേഷനും വേണം. മൂന്നാമത്തേത് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഗ്രൂപ്പ് ഡിസ്കഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയതാണ്. അതുകൊണ്ട് ഐ എം നോട്ട് ഗോയിങ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം. 3 കൂടുതലോ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഗ്രൂപ്പ് ആവും.
Okay, so any discussion for either decision making or for any other purpose between a group of people is group discussion. Normally നമ്മൾ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഔട്ട്കം നമ്മുടെ മനസ്സിലുണ്ടാവും. ആ ഔട്ട്കത്തിനെ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒബ്ജക്റ്റീവ്സിനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ക്യാൻ ഐദർ ബി, ഇപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഹോസ്റ്റലിൽ ഇരുന്ന് സംസാരിക്കുന്നത് ഇൻഫോർമൽ ആയിരിക്കും. എന്നാൽ ഞാൻ ഒരു പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ തരുവാണെങ്കിൽ അത് ഫോർമൽ ആയിരിക്കും. ഓക്കെ, സോ കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ക്യാൻ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ. ഫോർമൽ ആണെങ്കിൽ കുറച്ച് റൂൾസ് ഒക്കെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇൻഫോർമൽ ആണെങ്കിൽ ദർ ആർ റൂൾസ്, ബട്ട് ദേ ആർ നോട്ട് ആസ് റിജിഡ്, അത്ര സ്ട്രിക്റ്റ് ആയിരിക്കത്തില്ല. ഓക്കെ, അഗൈൻ പബ്ലിക് സ്പീക്കിങ്ങും നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചതാണ്. സോ ലാബിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ പബ്ലിക് സ്പീക്കിങ്ങിൽ ഐ എം ടാർഗറ്റിംഗ് എ ലാർജർ ഓഡിയൻസ്. അപ്പൊ ആ ഓഡിയൻസിനെ എനിക്ക് അറിയാമെങ്കിൽ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, നോൺ വെർബൽ ആയിട്ടുള്ള അവരുടെ ബിഹേവിയറൽ ക്യൂസ് കണ്ടിട്ട് വേണം ഞാൻ എൻ്റെ പ്രസന്റേഷൻ മോഡിഫൈ ചെയ്യാൻ. ഓൺ ദ സ്പോട്ട് ചിലപ്പോൾ എനിക്ക് മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരാം. ഓക്കെ, നൗ ദിസ് ക്യാൻ ഹാപ്പൻ ഇൻ അക്കാഡമിക് ലൈഫ്. ദാറ്റ് ഈസ്, ഞാനിപ്പോൾ നിങ്ങളോട് ക്ലാസ്സിന് ഒരു പ്രസന്റേഷൻ എടുക്കാൻ പറഞ്ഞാൽ അത് അക്കാഡമിക്കാണ്. പ്രൊഫഷണൽ, ഓക്കെ, ഞാനൊരു പേപ്പർ പ്രസന്റ് ചെയ്യും, ഞാൻ റിസർച്ച് ചെയ്യുന്ന വ്യക്തിയാണ്, ഞാൻ റിസർച്ച് ചെയ്തിട്ട് ആ പേപ്പർ ഞാൻ പ്രസന്റ് ചെയ്യുമ്പോഴത്തേനും എൻ്റെ പിയേഴ്സിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള പബ്ലിക് സ്പീച്ചാണ്. ഓക്കെ, ദിസ് ഇസ് നോട്ട് ഓൺലി ഫോർ പ്രൊഫഷണൽ അക്കാഡമിക് ലൈഫ് ബട്ട് ഓൾസോ ഫോർ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു റാലി ഉണ്ട്, അതെന്തുവാ, അത് പബ്ലിക് സ്പീച്ച് തന്നെയാണ്. പേരന്റ് ടീച്ചർ മീറ്റിംഗ്, അതെന്തുവാ, അത് പബ്ലിക് സ്പീച്ച് തന്നെയാണ്. ഓക്കെ, അങ്ങനെ പല സാഹചര്യങ്ങളിൽ നമുക്ക് പബ്ലിക്കായിട്ട് ലെക്ചറോ സ്പീച്ചോ തരേണ്ടതായിട്ട് വരാം. ഓക്കെ, നൗ ദ ഫിഫ്ത്ത് വൺ ഇസ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ടെലിവിഷനിലൂടെ, മീഡിയകളിലൂടെ, പ്രിന്റിലൂടെ, ദാറ്റ് ഇസ് ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ്, ആർട്ടിക്കിൾസ്, പബ്ലിക്കേഷൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ബ്ലോഗ്സ്, TV, റേഡിയോ, ന്യൂസ് പേപ്പർ, ഇതെല്ലാമാണ് ഈ മാസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഒത്തിരി പേർക്ക് ഒന്നിച്ച് കിട്ടത്തക്കമാണ് ഓർഗനൈസ് ചെയ്യുന്നതെന്നാണ്, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിനാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്കി എല്ലായിടത്തും ഒരു പരിധി വരെ നമുക്ക് പേഴ്സണൽ കോൺടാക്ട് ഉണ്ട്. പക്ഷെ മാസ് കമ്മ്യൂണിക്കേഷനിൽ ദർ ഇസ് നോ പേഴ്സണൽ കോൺടാക്ട്. ഓക്കെ, നോ ഡയറക്റ്റ് വെർബൽ ഓർ നോൺ വെർബൽ ഫീഡ്ബാക്ക് ഇസ് പോസിബിൾ. ഓക്കെ, കാരണം പറയുന്ന ആൾക്കാർ, ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്നത് നിങ്ങൾക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ പോലത്തെ ഒരു കാര്യമാണ്. ഞാനിത് റെക്കോർഡ് ചെയ്ത് അയച്ചായിരുന്നു. ഓഫ്കോഴ്സ് യു ഓൾ കെൻ ഗിവ് മീ ഫീഡ്ബാക്ക് ബിക്കോസ് ഐ എം യുവർ ടീച്ചർ ആൻഡ് ഐ ഹാവ് ഷെയർഡ് മൈ ഇമെയിൽ അഡ്രസ് വിത്ത് യു, സോ യു കെൻ ഗിവ് മീ ഫീഡ്ബാക്ക്. ഞാനത് യൂട്യൂബിലേക്കാണ് അപ്ലോഡ് ചെയ്യുന്നത്. സോ ദർ ഇസ് എ ഫീഡ്ബാക്ക് മെക്കാനിസം ദർ, കമന്റ്സ് ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് ഇസ് നോട്ട് എക്സാക്ട്ലി ദ സെയിം. പക്ഷെ TV-യിലൂടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കം ഫീഡ്ബാക്ക് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളെ കാണാനോ നിങ്ങളുടെ മുഖത്തിന്റെ എക്സ്പ്രഷനോ വെർബലോ നോൺ വെർബലോ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്കും എനിക്ക് കിട്ടുന്നില്ല. ഇറ്റ് വിൽ ഹാപ്പൻ ഓൺലി ലേറ്റർ. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ഓഫ് മാസ് feedback, mass communication compared to the other four. Okay, now the next topic is flow of communication. എന്താണ് flow of communication? നേരത്തെ കണ്ടു, വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ തന്നെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതിനെയാണ് വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഐഡിയൽ ആയിട്ട് നമുക്ക് ടു വേ കമ്മ്യൂണിക്കേഷനാണ് വേണ്ടിയത്. സെൻഡറിനും റിസീവറിനും സംസാരിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ ഈ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് 3 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. 1-to-1 കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഓക്കെ, 1-to-1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും വേറൊരു വ്യക്തിയും അങ്ങോട്ടും ഇങ്ങോട്ടും ടെലിഫോണിലൂടെ ഒക്കെ നമ്മൾ സംസാരിക്കുന്നത് 1-to-1 കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, 1-to-many കമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കും, ഞാൻ സംസാരിക്കുന്നത് ഒത്തിരി പേരോടാണ്, അതിനെയാണ് 1-to-many കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മെനി ടു വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് മെനി പീപ്പിൾ ക്യാൻ സെൻഡ് കമന്റ്സ് ടു മീ. അപ്പൊ ഒത്തിരി പേര് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അതിനാണ് മെനി ടു വൺ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ 1-to-1, 1-to-many, many-to-1 മാത്രമല്ലാതെ there is also another categorization, upward communication. എന്ന് വെച്ചാൽ നമുക്കൊരു hierarchical structure ഉണ്ടെങ്കിൽ നമ്മൾ
എന്തെങ്കിലും മെത്തേഡ്സ് യൂസ് ചെയ്ത് ലോവർ ലെവലിലുള്ള, ഇപ്പം ഞാൻ ഒരു ടീച്ചറാണ്, ഞാൻ HOD അയക്കുന്നത് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, HOD അല്ലെങ്കിൽ പ്രിൻസിപ്പാളിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ അതിനെയാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഇമെയിലോ ഫേസ് ടു ഫേസോ ലെറ്റേഴ്സോ എന്ത് വേണേലും ആകാം, സജഷൻസ് ആകാം, കംപ്ലയിൻറ്റ്സ് ആകാം, റിപ്പോർട്ട്സ് ആകാം, റിക്വസ്റ്റ് ആകാം, എന്തുവേലും ആയിക്കോട്ടെ. ഓക്കെ, നമ്മുടെ ലെവൽ ഓഫ് നമ്മുടെ പിയേഴ്സിന്റെ മുകളിലത്തെ ലെവലിലേക്കാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് അപ്വേർഡ് ലെവൽ. ഡൗൺവേർഡ് ആണെങ്കിൽ എന്തുവാ, പ്രിൻസിപ്പാൾ ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ, അതും ക്യാൻ ബി ഏതേലും ഇമെയിലോ മെയിലോ മെമ്മോയോ ഫോൺ കോളോ ഫേസ് ടു ഫേസോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, നോർമലി മുകളിൽ നിന്ന് താഴോട്ട് വരുന്നത് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും, അസൈൻമെന്റ്സ് ആയിരിക്കും, ചെയ്യാനുള്ള ജോലികളായിരിക്കും, പ്ലാനുകളായിരിക്കാം, സർക്കുലേഴ്സ് ആയിരിക്കും, നോട്ടീസുകളായിരിക്കും. അങ്ങനത്തെ പല രീതിയിലാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇനി ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്താ, ഞാൻ എൻ്റെ സെയിം ലെവലിലുള്ള ഒരു ടീച്ചറിന് ഒരു മെയിൽ ഞാൻ അയക്കുക. ഓക്കെ, ദിസ് also can be phone or email or messages or whatever it can be. This is just to save time. പെട്ടെന്ന് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടി ചെന്ന് പറയുന്നതിലും എളുപ്പമാണ്. ഞാനൊരു വാട്സാപ്പ് മെസ്സേജ് അയക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് സംസാരിക്കുന്നു. ഇത് കോർഡിനേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. സെയിം ലെവലിലുള്ള ആൾക്കാരോട്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സിനോട് തന്നെ സംസാരിക്കുന്നത് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഈ ഓരോന്നിനും പ്രോട്ടോകോൾ ഉണ്ട്. നമ്മൾ നമ്മുടെ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ദർ ഇസ് എ ഇൻഫോർമൽ സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ്, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ഫോർമൽ സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ്, ആൻഡ് ദെൻ ഹൊറിസോണ്ടലിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ദർ ആർ എ ഫോർമൽ സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ്, സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, ടിപ്സ് ഉണ്ട് ഫോർ ഇൻഫർമേഷൻ ടു ബി ഡിസെമിനേറ്റഡ് വിത്ത് ദ പ്രോപ്പർ എമൗണ്ട് ഓഫ് റെസ്പെക്ട് ആസ് വെൽ ആസ് വിത്ത് ദ പ്രോപ്പർ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഡെലിവറി. ഓക്കെ, ആ രീതിയിൽ വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, നൗ വാട്ട് ആർ ദ യൂസസ് ഓഫ് ലാംഗ്വേജ് ഇൻ കമ്മ്യൂണിക്കേഷൻ? നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ഏതെങ്കിലും ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യാനാണ് സാധാരണ ഓറൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താ? ഓക്കെ, ഐദർ സ്പോക്കൺ ഓർ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമുക്കൊരു ലാംഗ്വേജ് ആവശ്യമാണ്. ഓരോ വാക്കുകൾക്കും അർത്ഥമുണ്ട്. ഞാൻ ഈ വാക്കുകൾ കൂട്ടിച്ചേർത്താണ് സെന്റൻസസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ആ സെന്റൻസിന്റെ സ്ട്രക്ചറെ ബേസ് ചെയ്ത് നമുക്ക് മീനിങ് കൺവേ ചെയ്യാനായിട്ട് കഴിയും. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് യൂസ്ഫുൾ. വെർബലായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ ഒബ്സർവേഷൻസ് ആയിരിക്കാം. ഞാൻ കണ്ടത്, എൻ്റെ എക്സ്പീരിയൻസസ്, എൻ്റെ മെമ്മറീസ് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ ഞാൻ ജഡ്ജ് ചെയ്യുന്നത്, ഞാൻ ചിന്തിക്കുന്ന എൻ്റെ തോട്ട്സ്, അതാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഇമോഷൻസ് ആയിരിക്കും, എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്ന് പറയുന്നത് ഇസ് മൈ ഇമോഷൻ. ഐ ഡിഡ് നോട്ട് ലൈക്ക്, എനിക്ക് ഈർച്ചയാണ് തോന്നിയത് ആ പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ. സോ ദാറ്റ് ഇസ് ഐ എം കൺവേയിങ് മൈ ഇമോഷൻ ഓർ ഫീലിംഗ്. ഓക്കെ, ഇനിയല്ല, ഞാൻ പറയുകയാണ് ഇനി ഇത് ചെയ്യരുത്, എനിക്ക് ഇന്ന കാര്യം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ്, എല്ലാവരും ഒന്നിച്ച് സ്റ്റാഫ് നിങ്ങളുടെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ അടുത്ത് അസൈൻമെന്റ് കൊടുത്തിട്ട് ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് അത് റോൾ നമ്പർ ഓർഡറിൽ എൻ്റെ ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുക എന്ന് ഞാൻ പറയുമ്പം ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താ, ആവശ്യമാണ്. എനിക്ക് അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട രീതി, നീഡാണ് ഞാൻ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു നാളെ ഫ്രൈഡേ ആണ്, അപ്പം ഐ വിൽ ബി ട്രാവലിംഗ്, അതുകൊണ്ട് ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്ത് അയക്കാനാണ് പോകുന്നതെന്ന് ഇന്നത്തെ ക്ലാസ് ഞാൻ പറഞ്ഞു. അതെന്തുവാ, ഞാൻ നീഡാണ് നിങ്ങളോട് കൺവേ ചെയ്തത്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു മേക്ക് എ want known, a request, or give orders. Okay, ഇങ്ങനെ verbal expression can be of 4 types. Okay, now when we use language, നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്കുകൾ, സിമ്പിൾ ഓർ കോംപ്ലക്സ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്കുകൾ കണ്ടന്റിനനുസരിച്ച് ഞാൻ എന്താണോ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതിനാവശ്യമായ അപ്രോപ്രിയേറ്റ് വാക്കുകൾ യൂസ് ചെയ്തെങ്കിൽ മാത്രമാണ് ആൾക്കാർക്ക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാവത്തുള്ളൂ. അവരുടെ അവയർനെസ് അല്ലെങ്കിൽ ഞാൻ എന്താണോ അവർ അറിയാൻ ആഗ്രഹിച്ചത് അത് അവർക്ക് മനസ്സിലാകത്തുള്ളൂ. എൻ്റെ സംസാരത്തിൻ്റെ പർപ്പസ് അവിടെ ഫുൾഫിൽ ആവത്തുള്ളൂ.
ഓക്കെ, സോ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പേർപ്പസ് ഉണ്ട്, ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അത് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് എഫക്റ്റീവ്ലി ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ടിപ്സ് ഫോർ ഇഫക്റ്റീവ്നെസ്. വളരെ സിമ്പിളാണ്. നമ്മൾ സാധാരണ മലയാളത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ എനിക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്, ഞാൻ അത്ര ഫ്ലുവൻ്റ് അല്ല മലയാളത്തിൽ. ഓക്കെ, അപ്പം വെൻ ഐ ഹിയർ, ഞാൻ ചില മലയാളം ഭാഷ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് ക്ലിയർ ആവത്തില്ല ഇവരെന്താ പറയുന്നത്. ചിലർ ഭയങ്കര സ്പീഡിലായിരിക്കും സംസാരിക്കുന്നത്. അങ്ങനെ സ്പീഡിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് സ്വിച്ച് ഓഫ് ആകത്തില്ലേ, അങ്ങനെ എൻ്റെ ബ്രെയിൻ അങ്ങ് ഓഫായി, എനിക്ക് മനസ്സിലാവത്തില്ല എന്താ പറയുന്നത്. ഓക്കെ, നിർത്തി വാക്കുകൾ ക്ലിയർ ആയിട്ട് പറഞ്ഞ് സംസാരിച്ചെങ്കിൽ മാത്രമാണ് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത്. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മലയാളം. മലയാളത്തിൽ നിന്ന് നമ്മുടെ കേരളത്തിലെ ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ ഡിഫറെൻറ്റ് ഭാഷയാണുള്ളത്. ഓരോ വാക്കുകൾക്ക്, സ്ലാങ്ങുകൾക്ക് ഡിഫറെൻറ്റ് മീനിങ്സ് ആണുള്ളത്. ഇതൊക്കെ കേട്ടും കണ്ടും നമ്മുടെ ആ സൊസൈറ്റിയിൽ നമ്മൾ വളരുമ്പോഴാണ് അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. വേറൊരിടത്ത് വളർന്ന ആൾക്ക് നമ്മൾ ഈ പറയുന്ന കാര്യം മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ജനറൽ ആയിട്ടുള്ള ഒരു റൂളാണ്, ഏത് ലാംഗ്വേജ് യൂസ് ചെയ്താലും, വെദർ ഇറ്റ് ഇസ് ഇംഗ്ലീഷ് ഓർ മലയാളം, കീപ് യുവർ സെന്റൻസസ് ഷോർട്ട് ആൻഡ് സിമ്പിൾ. ഓക്കെ, ഷോർട്ട് ആൻഡ് സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ആൾക്കാർക്ക് പിടികിട്ടും, വലിയ കോംപ്ലിക്കേറ്റ് ചെയ്ത് സംസാരിക്കാതെ. ഓക്കെ, യൂസ് സ്പെസിഫിക് ലാംഗ്വേജ് വെൻ പോസിബിൾ. ഇപ്പൊ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്താണ് ഞാൻ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ക്ലിയർ ആയിട്ട്. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ്, എൻ്റെ ഇംഗ്ലീഷിന്റെ മികവ് കാണിക്കാനല്ല ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഞാൻ എന്തുവാ ചെയ്യേണ്ടത്? കേൾക്കുന്നയാൾക്ക് അല്ലെങ്കിൽ വായിക്കുന്നയാൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. സോ റിസീവറിനെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് ഓൾവേസ് ബി പ്രിസൈസ്. ഷോർട്ട് ആൻഡ് സിമ്പിൾ എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. പ്രിസൈസ് ആയിരിക്കും, സ്പെസിഫിക് ആയിരിക്കും, ക്ലിയർ ആയിരിക്കും. ആർക്കും അത് വായിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു അർത്ഥവും അതിൽ തോന്നരുത്, ക്ലിയർ ആയിരിക്കും. എപ്പോഴും പറ്റുന്ന കാര്യമല്ല. ചിലപ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിൽ അത് ഓക്കെയാ, അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ വേറൊരാളെ കൊണ്ട് വായിച്ച് നോക്കിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ക്ലിയർ ആണോ അല്ലയോ എന്നുള്ള കാര്യം. പിന്നെ ഏത് കാര്യം പറയുമ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ സംസാരിക്കുന്ന രീതി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് മെയിൻറ്റെയിൻ ആൻ അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് ഫെമിലിയാരിറ്റി. ഓക്കെ, നമ്മുടെ വീട്ടിലെ അമ്മയോടോ അപ്പനോടോ ഫ്രണ്ട്സിനോടോ എന്താ പറയുക, റിലേഷൻസിനോടോ ഒന്നും സംസാരിക്കുന്ന പോലെ അല്ല നമ്മൾ വർക്ക് പ്ലേസിൽ നമ്മൾ നമ്മുടെ പിയേഴ്സിനോടോ നമ്മുടെ സീനിയേഴ്സിനോടോ ഒക്കെ സംസാരിക്കേണ്ടത്. സോ ആ ഒരു എവിടെ ഏത് രീതിയിലത്തെ ഫെമിലിയാരിറ്റി യൂസ് ചെയ്യണം എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ പെരുമാറാൻ. ഓക്കെ, this is our last topic for the day and this is important. Question paper പലപ്പോഴും ചോദ്യം വരാറുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ്. ഓക്കെ, നമുക്ക് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സും 5 തരമാണുള്ളത്. ഒന്ന് വെർട്ടിക്കൽ നെറ്റ്വർക്ക്, സർക്യൂട്ട് നെറ്റ്വർക്ക്, ചെയിൻ നെറ്റ്വർക്ക്, വീൽ നെറ്റ്വർക്ക്, സ്റ്റാർ നെറ്റ്വർക്ക്. ഓക്കെ, ഇത് പല പ്രാവശ്യം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. വാട്ട് ഇസ് എ വെർട്ടിക്കൽ നെറ്റ്വർക്ക്? അപ്പ് ആൻഡ് ഡൗൺ ആണ് വെർട്ടിക്കൽ നെറ്റ്വർക്ക്. ഓക്കെ, സുപ്പീരിയറിനോട് സംസാരിക്കുന്നതും സുപ്പീരിയർ സബോർഡിനേറ്റിനോട് സംസാരിക്കുന്നതാണ് വെർട്ടിക്കൽ നെറ്റ്വർക്ക്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്, അപ്പം തന്നെ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും. ഓക്കെ, ഇനി സർക്യൂട്ട് നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മെസ്സേജസ് ഫീഡ്ബാക്ക് കിട്ടും, ബട്ട് കുറച്ച് കഴിഞ്ഞായിരിക്കാം കിട്ടുന്നത്. ഓക്കെ, സോ ഇവിടെ അപ്വേർഡ് ഡൗൺവേർഡ് ഹൊറിസോണ്ടൽ എല്ലാം ക്യാൻ ബി സർക്യൂട്ട് നെറ്റ്വർക്ക്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നത്. എന്നിട്ട് ആ ഫീഡ്ബാക്കെ ബേസ് ചെയ്ത് പിന്നെയും നമുക്ക് അടുത്ത കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെ സർക്യൂട്ടായിട്ട് സൈക്ലിക് ആയിട്ട് നടക്കുന്നതിനാണ് സർക്യൂട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി ചെയിൻ എന്തുവാ? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഒന്നിൽ കൂടുതൽ പേര് ഈ വെർട്ടിക്കൽ നെറ്റ്വർക്കിൽ ഉണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് ചെയിൻ നെറ്റ്വർക്ക്. ഓക്കെ, ആൻഡ് നോർമൽ കേസിൽ ഡിസെമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ ആണ് ചെയിൻ നെറ്റ്വർക്കിലൂടെ നടക്കുന്നത് ആൻഡ് ഇറ്റ് ഇസ് എ ഡൗൺവേർഡ് ഫ്ലോ.
ഓക്കെ, അപ്പം ഗവൺമെന്റ് ഡി ടിയിലേക്ക് അയച്ചു, ഡി ടിന്ന് പ്രിൻസിപ്പാൾസിന് എല്ലാവർക്കും അയച്ചു, പ്രിൻസിപ്പാൾമാരെല്ലാവരും ഫാക്കൽറ്റീസിന് അയച്ചു, ഫാക്കൽറ്റീസ് എല്ലാം സ്റ്റുഡൻസിനേക്ക് അയക്കുന്നു. അങ്ങനെയാകുമ്പോൾ there is a multiple layer of communication. Okay, and this is normally used for relaying information, instruction, commands ഒക്കെ റിലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയിൻ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. ഇനി വീൽ നെറ്റ്വർക്ക് എന്തുവാ? എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഒത്തിരി പേരുണ്ട് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ, പക്ഷെ കമ്മ്യൂണിക്കേഷൻ മുഴുവനും നടക്കുന്നത് ഒരു സെൻട്രൽ വ്യക്തിയോടാണ്. ഓക്കെ, സോ ദർ ഇസ് എ സെൻട്രലൈസ്ഡ് ഫ്ലോ ഫോർ ദ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഈ വ്യക്തി ഇൻഫർമേഷൻ എല്ലാവർക്കും പാസ് ചെയ്യുന്നു, എല്ലാവരും തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ വ്യക്തിയോടാണ്. ഓക്കെ, അങ്ങനത്തെ സിസ്റ്റത്തിനാണ്, ഒരു സിംഗിൾ സുപ്പീരിയർ ഉള്ള സിസ്റ്റത്തിനാണ് വീൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഹിയർ ഓൾസോ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഇസ് പോസിബിൾ. ഇപ്പം ഞങ്ങൾക്ക് ഒരു സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ HOD ആണ് ശരിക്കും സെൻട്രൽ ഫിഗർ. എവറിബഡി ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ടു ദ HOD and HOD ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ടു എവറിബഡി, ആൻഡ് ദാറ്റ് ഇസ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്. ഓക്കെ, സോ ദാറ്റ് ഇസ് വീൽ നെറ്റ്വർക്ക്. ഇനി സ്റ്റാർ നെറ്റ്വർക്ക് ആണെങ്കിൽ എന്നാ? ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ. ആർക്ക് വേണേലും ആരോട് വേണേലും സംസാരിക്കാം. സോ ടീമിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണ് സ്റ്റാർ നെറ്റ്വർക്ക്. ഓക്കെ, നൗ ദിസ് ഇസ് ദി ആക്ടിവിറ്റി ഫോർ ദ ഡേ. ഹോംവർക്ക് ആണ്. യു ക്യാൻ ഡു ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. പ്രീവിയസ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഐഡന്റിഫൈ ദ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് സ്ട്രക്ചർ. ദാറ്റ് മീൻസ് നെറ്റ്വർക്ക് ആണ്, തൊട്ട് മുകളിൽ എടുത്ത സംഭവമാണിത്. Communication network structure that can be observed in the given situation and describe them. എന്തുകൊണ്ടാണ് ഇപ്പൊ ഗ്രൂപ്പ് ഡിസ്കഷൻ ഓൺ ഡെവലപ്മെന്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർ നെറ്റ്വർക്ക്. അപ്പൊ എന്തുകൊണ്ടാണ്, വൈ ഇസ് ഇറ്റ് സ്റ്റാർ നെറ്റ്വർക്ക്, അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാം. വാട്ട് ഇസ് എ സ്റ്റാർ നെറ്റ്വർക്ക്, ഡിസ്ക്രൈബ് ദ സ്റ്റാർ നെറ്റ്വർക്ക്. അതാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ 4 എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. An address from the principal regarding punctuality is the second one. A reporter interviewing a movie star is the third one. Discussing the answers of a test with a group of friends is the fourth one. ഇത് ഓരോന്നിലും ഏത് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ആണ് യൂസ് ചെയ്യുന്നത്, ആ നെറ്റ്വർക്കിനെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് സെക്കൻഡ് സെക്ഷനാണ്. ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞ ലാബിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദിസ് ദ സെക്കൻഡ് സെക്ഷൻ. വി ആർ ബിഗിനിങ് ദ സെക്കൻഡ് സെക്ഷൻ. അപ്പൊ അത് ചെയ്ത് ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുക. If there are any doubts, please inform me and I will clear your doubts. Okay, thank you.